വിഷലിപ്തമായ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ തുടരുമ്പോഴും എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ CPM നേതാക്കൾ മുതിരുന്നില്ല? ഘടകകക്ഷിയെ CPI സംശയനിഴലിൽ നിർത്തിയിട്ടും എന്തുകൊണ്ട് ശക്തമായ പ്രതികരണം പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നില്ല? അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി വെള്ളാപ്പള്ളി പ്രതികരിക്കുകയാണ്. താൻ പിന്നാക്കക്കാരനായതുകൊണ്ടാണ് തനിക്കെതിരായ വേട്ടയാടലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. സമൂഹത്തിൽ കാണുന്ന അനീതിയെ പറയുക എന്നുള്ളത്, നീതിയെ ചെയ്യുന്ന നീതിവാന്മാരെ പ്രശംസിക്കുക എന്നുള്ളതും ഒരു സാമാന്യ മര്യാദയാണ്. ഒരു സമുദായ നേതാവെന്ന നിലയിൽ ഞാൻ അതേ ചെയ്യുന്നത്. എന്നെ എന്തിനു ഘോഷിക്കുന്നു? എൻ്റെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു മനുഷ്യനല്ലേ? എന്നെ പച്ചയായി പിച്ചിക്കീറി തിന്നാൻ ചില മാധ്യമങ്ങൾ ഇന്ന് മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമം. ആ മാധ്യമം എത്ര നാളായി എന്നെ വേട്ടയാണ്? ഞാൻ എന്ത് തെറ്റിയത്? വേറെ ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കുമോ? ഇത് ചങ്ങനാശ്ശേരി കയറ്റുമോ? ചങ്ങനാശ്ശേരി ഇതുപോലെ ഒന്ന് പറയാൻ ഇവർക്ക് തൻ്റെ ഇടമുണ്ട്. ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്നോട് എന്തോ ആകാമെന്നുള്ളതാണോ ചിന്ത? ഞാൻ എന്ത് തെറ്റിയത്? വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ രംഗത്തെത്തിയപ്പോൾ മന്ത്രി V ശിവൻകുട്ടി ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് ഈ ദിവസത്തെ അപ്ഡേഷൻസ്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും ഈ ദിവസമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ നേതാക്കൾ മുതിരാത്തത്, തയ്യാറാകാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആഴത്തിലുള്ള പരിശോധന അതിൽ വേണ്ടത് തന്നെയാണ്. എന്നോടൊപ്പം മാധു സജി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാധു, വെള്ളാപ്പള്ളിയുടെ വിഷം മോഹിപ്പിക്കുന്ന വാക്കുകൾ വന്നിട്ടിപ്പോൾ ഒരു ദിവസമായി. ഈ ദിവസത്തിൽ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും ഒരു തരത്തിൽ പോലും ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നും ശക്തമായൊരു പ്രതികരണം പോലും വരാത്തത് എന്തുകൊണ്ടാണ്? ശക്തമായ പ്രതികരണം വരുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചുകൊണ്ടാണ്. ഇന്നിപ്പോൾ BJPയുടെ മുതിർന്ന നേതാവ് B ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയത്തിനകം മുൻപ് പുറത്തു വന്നതിൽ കേരളത്തിൽ ഇപ്പോഴും 54% ഹിന്ദുക്കളുണ്ടെന്ന് ഓർമ്മ വേണമെന്നാണ് പറയുന്നത്. എന്താണ് ഓർക്കേണ്ടത്? 54% ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ അയാൾ പറയുന്ന വാക്കുകളുടെ പേരിൽ സംരക്ഷിക്കാനുള്ളവരാണോ? അങ്ങനെ രാഷ്ട്രീയത്താൽ മാത്രം വിഭജിക്കപ്പെടുന്നവരാണ് ഒരു സമൂഹം എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിന് പ്രതിരോധിക്കാൻ ഇറങ്ങും. ഈ തരത്തിലുള്ള വാഗ്വിലാസങ്ങളെ പ്രതിരോധിക്കാൻ ഈ ശതമാന കണക്ക് കൊണ്ട് കഴിയും എന്ന് വിചാരിക്കുന്നത് എന്തൊരു മൗഢ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞതെന്താണ്? തീവ്രമായി സംസാരിക്കുന്നയാൾ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നയാൾ മിതവാദി. ഈ നിലയ്ക്കുള്ള ഭാഷാ വ്യായാമങ്ങൾ കൊണ്ടൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനയല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താൻ സംസാരിക്കുന്നത് വർഗീയമല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ടല്ലോ എന്ന്. വെള്ളാപ്പള്ളി നടേശനാണോ അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്? ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നൽകി. ആരെങ്കിലും ഒരാൾ എതിർത്ത് പറഞ്ഞോ? ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞോ? മുഖ്യമന്ത്രി അതല്ല എന്ന് പറഞ്ഞോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാൾ ഭക്തനാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. ഒരാൾ തീവ്രവാദിയാണോ മിതവാദിയാണോ സാധാരണ മനുഷ്യനാണോ ഒരു ജനാധിപത്യ വിശ്വാസിയാണോ എന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നും ആ പ്രസ്താവനയോ അതുണ്ടാക്കുന്ന വിഭാഗീയതയോ വർഗീയതയോ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവിടെയാണ് ലീഗ് എടുക്കുന്ന വളരെ പക്വമായ ഒരു സമീപനം. കാരണം അവഗണിച്ച് വിടുക എന്നുള്ളതാണ്. നമ്മൾ രണ്ട് കൈ ചേർത്ത് വെച്ച് അടിച്ചാലാണ് സൗണ്ട് വരുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം മത സംഘടനകൾ ഹാർഷായിട്ടുള്ള ഒരു വർത്തമാനം ഇതിൽ നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമെന്നെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു കമ്മ്യൂണൽ ഹാർമണി എങ്ങോട്ട് പോകും? ആ ഒരു ചിന്ത പോലും ഇല്ലാതെ വെള്ളാപ്പള്ളി പെരുമാറുന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമായ ഒരു സന്ദർഭമാണ് അദ്ദേഹം ഒരുക്കുന്നത്. തീർച്ചയായും ലീഗ് ഇപ്പോൾ പണക്കാട് തങ്ങളാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഒക്കെ ഈ വിഷയത്തെ അവഗണിച്ചു വിടുക്കാൻ നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇനിയൊരു വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ, മാറാട് കലാപം ഉണ്ടായ നാടാണിത്, ഇനി ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ CPM തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നീട് മാറാട് എന്ന് പറയുന്നൊരു വിഷയത്തെ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. നോക്കൂ, നമ്മുടെ സമൂഹത്തിന് അഭിലഷണീയമല്ലാത്ത ഒരു പ്രവണത, ഒരു സംഭവം, ഒരു ദൗർഭാഗ്യകരമായ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നീട് നമുക്ക് ആകെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ആ പുണ്ണുമാന്തി വീണ്ടും അതിൽ വ്രണങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് വീണ്ടും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവിൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരികയും അതിൽ പ്രതി ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. ലീഗ് ആ ചർച്ചയുടെ ഭാഗമാകുമ്പോഴൊക്കെ ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരികയുള്ളൂ എന്ന് ലീഗിന് നന്നായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കുക എന്ന നിലപാട് ലീഗ് എടുക്കുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ ലീഗിനെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ
ഇപ്പുറത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയുക, വീണ്ടും വിദ്വേഷം ഉണ്ടാക്കുക, വീണ്ടും തങ്ങളുടെ ഭാഗം അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ന്യായീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭിലഷണീയം ഈ കാലത്ത്. കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണോ? കാരണം കോൺഗ്രസ് എക്കാലവും UDF അധികാരത്തിൽ വരുമ്പോൾ വളരെ നിർണായകമായിട്ടൊരു വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാലും ഈ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ലീഗിൽ നിന്നും അടർത്തി മാറ്റപ്പെടണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢമായൊരു നീക്കം അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ വെള്ളാപ്പള്ളി മുന്നോട്ട് നീങ്ങുന്നത്? അത് സ്വാഭാവികമായി അങ്ങനെയെങ്കിൽ ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു നിലപാടായിരിക്കും. ഇല്ല, വെള്ളാപ്പള്ളി നടേശന് ഈ കോൺഗ്രസിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് എന്നുള്ളത് നിൽക്കട്ടെ, അദ്ദേഹം അങ്ങനെയാണ് വിചാരിക്കുന്നത് എങ്കിലും ആ സമുദായ അംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അനുമതി കിട്ടിയത് ആർ ശങ്കറിന്റെ കാലത്തും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നുണ്ട്. നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ പോലും പെരിന്തൽമണ്ണയിലെ ഒരു കോളേജ് അടക്കം അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നീട് എയ്ഡഡ് പദവി കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് SNDP. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാതിരുന്ന കാലം ഏതാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങൾ CPM അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ ഈ എല്ലാ വിവാദങ്ങൾക്കും തുടക്കമായ ചോദ്യം എന്താണ്? ചോദ്യം, ഞങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ഥലമില്ലേ? സ്ഥലമുണ്ട്, പിന്നെന്താ? അനുമതി കിട്ടുന്നില്ല. അനുമതി ആരാണ് നൽകേണ്ടത്? സംസ്ഥാന സർക്കാർ. MLA ഓഫീസിൽ നിന്നാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി എഴുതി കൊടുക്കുക? അതോ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസിൽ നിന്നാണോ അത്തരത്തിൽ അനുമതി വാങ്ങി കൊടുക്കുക? അത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. ഇടയ്ക്ക് ചില മതപരമായ പ്രശ്നങ്ങൾ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാ NOC വിദ്യാഭ്യാസ വകുപ്പിൻ്റെതാണെന്ന് നിങ്ങൾ ഓർക്കണം എന്നല്ലേ? അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? അപ്പോൾ അതിന് ആരും മറുപടി പറയേണ്ടത്? ആ ചോദ്യം വെള്ളാപ്പള്ളി നടേശൻ ആരോടാ ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത്? CPM-നോടാ ചോദിക്കേണ്ടത്? സർക്കാരിനോടാ ചോദിക്കേണ്ടത്? ചോദിക്കോ? നമ്മൾ ഈ ഘട്ടത്തിൽ VS-നെ ഓർക്കുകയാണ്. VS എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ഇന്നിപ്പോൾ ഭൂമിയിലില്ല. അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടുകൾ, ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങൾക്കെതിരെ അദ്ദേഹം എടുത്തിട്ടുള്ള ശക്തമായ വാക്കുകൾ, ഇവിടെ ഇന്ദ്രനും ചന്ദ്രനും അല്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലേക്കൂടെയൊക്കെ ഭയമില്ലാതെ സഞ്ചരിച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷം ചിറ്റലിന് മുന്നിൽ മുട്ടുമടക്കുന്നു? മതമിളകിയ ആനകളെ തളയ്ക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ? ഇന്ദ്രനും ചന്ദ്രനും ഊഴിപ്പിടിച്ച വടിവാളുമല്ല, ജനങ്ങളും മനുഷ്യരുമാണ് ഈ കാര്യത്തിൽ നിർണായകമായ ശക്തിയാവുന്നത്. അവർക്കിടയിലേക്ക് പോയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. VS ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നോക്കൂ, VS എല്ലാ കാലത്തെയും വലിയ പോരാളിയാണ്. VS ശബ്ദമില്ലാത്തവന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവിടെ ശബ്ദമുണ്ടാകുന്നുണ്ട്, ശക്തിയില്ലാത്തവന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ശക്തിയും ഉണ്ടാകുന്നുണ്ട്. അവഗണിക്കപ്പെട്ടു ഒരു വലിയ അധികാരത്തിന്റെ മതിലിനോട് ഞങ്ങൾക്ക് പോരാടാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച കുറേയേറെ മനുഷ്യരുടെ കൂട്ടത്തിൽ മുന്നിൽ പോയി മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിന്ന ഒരു നിൽപ്പുണ്ട് VS-ന്. അവിടെ ഒരു വലിയ പ്രതിരോധം ഉയരുകയാണ്. ആ വലിയ പ്രതിരോധം മതത്തിന്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന അധികാര തന്ത്രങ്ങൾക്കൊരു വലിയ ചൂണ്ടുവിരലാണ്. അവർക്ക് നേരെ വരുന്നൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യമാകാൻ ഭാഗ്യം വളരെ കുറച്ച് നേതാക്കൾക്കേ ഉണ്ടാവുകയുള്ളൂ. അതില്ല എന്ന് വിചാരിച്ചാൽ മതി. തീർച്ചയായും. അപ്പോൾ അപലപിക്കേണ്ടടുത്ത് അപലപിക്കണം, മുട്ടുമടക്കാൻ ഒരു അവസരവും ഉണ്ടായി കൊടുക്കരുത്. നട്ടലിന്റെ സ്ഥാനത്ത് ആ നട്ടല് തന്നെ ആയിരിക്കണം. അതാണ് CPM-നെ ഓർമ്മിപ്പിക്കാൻ ഉള്ളത്.